ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തിക ലക്ഷ്മി വീണ്ടും അഭിനയിക്കുകയാണ്. കാർത്തിക പ്രകാശിനെ ജാമ്യം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മിയും കാർത്തിക തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന രീതിയിൽ രണ്ടുപേരും പോരി വിളിക്കുന്ന ഭാഗം എപ്പിസോഡിൽ കാണിച്ചത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ഇന്ന് പ്രകാശിന് ആകെ തകർന്നു പോകുവാണ്. നമ്മുടെ അമ്മൂമ്മയും അതുപോലെ തന്നെ വിക്രമും പറയണ്ട എല്ലാത്തിനും പറയല കിരണും കല്യാണിയാണ്. അവർ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തിട്ടോ ഒന്നും അറിയാത്ത പോലെ അവിടെ വന്നിരിക്കുക രജിസ്റ്റർ ഓഫീസിൽ കല്യാണം മുടങ്ങുമ്പോൾ അട്ടഹസിച്ചിരിക്കാനായിട്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ അവളാടാ ആ ദീപ എന്ന് പറയാണ്. അതിനുശേഷം കാർത്തിയുടെ മുഖത്ത് നോക്കാം പ്രകാശിന് വല്ലാത്ത മടി കേട്ടോ. കാരണം കാർത്തിക എന്തിനും വിശ്വസിച്ചിട്ടുണ്ടാവോ, താൻ ഇതിനു മുമ്പ് വേറെ വിവാഹം കഴിച്ചെന്നൊക്കെ വിശ്വസിച്ചോ, അതറിയാൻ വേണ്ടി പ്രകാശം മോളെ അവർ പറഞ്ഞത് സത്യമല്ല. ആ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ, ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാ മോളെ എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക ഞാൻ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ എന്നിങ്ങനെ പറയണം. അതിനുശേഷം നമ്മുടെ രാജപ്പ വരുന്നുണ്ട്. എന്തായാലും കല്യാണം മുടങ്ങി ആ പൈസയും കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ. അങ്ങനെ രാജപ്പ പറയണം, പ്രകാശ എടാ പൈസ എന്ന് പറയുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് വരുമ്പോൾ പൈസ തരാമെന്ന് നീ പറഞ്ഞത് നീ തന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആ രാജപ്പണ്ണ അറിയാലോ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം അറിയാടാ. എന്നുവെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല രാജപ്പണ്ണ, ഞാൻ നിങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് തരാം. എടാ സത്യം പറയല്ലോ, എനിക്കിപ്പം നിങ്ങളുടെ വിക്കാത്ത വിശ്വാസമൊന്നുമില്ല. കല്യാണം നടന്നിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, അതുകൊണ്ട് എൻ്റെ പൈസ വേണം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ എങ്ങനെ കാർത്തികടുത്ത് പൈസ ചോദിക്കുമെന്ന രീതിയിൽ അങ്ങനെ നിൽക്കുവാട്ടോ. കാർത്തിക ഇതൊക്കെ കേട്ടിട്ട് കേൾക്കാത്ത പോലെ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം കാർത്തിക പണ്ട് അച്ഛ എന്ന് നിങ്ങൾ സംസാരിക്കുക, അച്ഛൻ്റെ ഫ്രണ്ട് അല്ലേ, ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക പുറത്തേക്ക് പോകണം. പ്രകാശനെങ്കിൽ എന്ത് ചെയ്യണം, അമ്മ എങ്ങനെ ചോദിക്കുക അവളുടെ അടുത്ത് പൈസ ചോദിക്കണം മോനെ, നിങ്ങൾക്ക് അതിൽ കമ്പനി ഷെയർ ഉള്ളതല്ലേ, അത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഇപ്പം എങ്ങനെയാ ചോദിക്കുക. രാജപ്പൻ പറഞ്ഞു മര്യാദയ്ക്ക് പ്രകാശം എൻ്റെ പൈസ ഒന്നും അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, ഇതിന് ഞാൻ വെച്ചേക്കില്ല, ഒരു പ്രാവശ്യം അനുഭവം ഉണ്ടല്ലോ നിനക്ക് നോട്ടറോട്ടി ചവിട്ടിക്കൂട്ടിയത്, അതുപോലത്തെ അനുഭവം നിനക്ക് ഇനിയും വേണോ. എൻ്റെ രാജപ്പണ്ണ നോക്ക്, ഒരു പ്രാവശ്യം കല്യാണം മുടങ്ങി വെച്ചിട്ട് എൻ്റെ കല്യാണം ഞാനും അവരും തമ്മിൽ ഒന്നും ആയിട്ടൊന്നുമില്ല, അവരടുത്ത മുഹൂർത്തം തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാം, നീ കല്യാണം നടത്തുമോ നടത്താതിരുത്തോ എന്ത് വേണേലും ചെയ്തോ, എൻ്റെ പൈസ ഇപ്പം വേണം എന്ന് പറയണം. അങ്ങനെ പ്രകാശിന്റെ രാജപ്പം പന്നിക്കിടുന്ന ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.